ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ദമാമിലുള്ള സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ ആരംഭിച്ചിട്ട് 50 വർഷം തികയുകയാണ്. അതിൻ്റെ ആചരണത്തോടനുബന്ധിച്ച് ഈ മാർച്ച് മാസം 1-ാം തീയതി ഓൺലൈനായി ഒരു യോഗം സംഘടിപ്പിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട കുര്യാച്ചനച്ചനും വൈസ് പ്രസിഡൻറ്റ് ശ്രീ ഷാജിയും എന്നെ അറിയിക്കുകയുണ്ടായി. അതിൽ ഖേദപൂർവ്വം പറയട്ടെ, ഓൺലൈനായി സംബന്ധിക്കാൻ സാധിക്കുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മുടെ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡ് നടക്കുകയാണ്. ആ സമയത്ത് മറ്റ് കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, വൈകിട്ട് ഒരു സുവിശേഷ യോഗവും സംബന്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മുന്നമേ തന്നെ ഒരു സന്ദേശം നിങ്ങൾക്ക് അയച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജൂബിലി വർഷം പിന്നെ വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ്. വാസ്തവത്തിൽ ഇത് പഴയ നിയമകാലത്തെ ആരംഭിച്ച ഒരു ആചരണമാണ്. ഒരു പുതിയ സമൂഹം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് അതിനെ സൃഷ്ടിച്ച ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി അനുസരിച്ചുള്ള ഒരു നിർദ്ദേശമാണ് ഈ ജൂബിലി വർഷത്തിൻ്റെ ആചരണത്തിൻ്റെ അടിത്തറ. ഇസ്രായേലി ജനം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് കനാൻ നാട്ടിൽ എത്തിച്ചേരുന്നത് വരെയുള്ള കാലയളവിലും കനാൻ നാട്ടിൽ എത്തിച്ചേർന്നാലും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൻ്റെ വിവിധ തലങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. വാസ്തവത്തിൽ ലേവ്യ പുസ്തകം മുഴുവൻ ഈ വിധത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നാമത് ശാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. ശാബത്ത് ദിവസത്തിൽ മാത്രമല്ല, വർഷത്തിലുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 7 വർഷം, 7 വർഷം, 49 വർഷം. അത് കഴിയുമ്പോഴുള്ള വർഷത്തെയാണ് ജൂബിലി വർഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു നീതിപൂർവമായ ജീവിതശൈലി, പ്രവർത്തന ശൈലി നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ദൈവം ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അത് ആദിയിലെ മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന പരസ്പര സൗഹാർദ്ദതയുടെയും സഹകരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും എല്ലാം ദർശനം ഉൾക്കൊള്ളുന്നതാണ്. ആദിയിലത് വേണ്ടുവണ്ണം നടക്കാതെ പോയി. മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള ആ വിരുദ്ധതയിൽ. പക്ഷെ അത് ദൈവത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനോ എക്കാലത്തും നിലനിർത്തുവാൻ ശ്രമിക്കാനോ സാധിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചന സന്ദർഭത്തിൽ ഈ പുതിയ സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. ഈ ജൂബിലി എന്നുള്ളത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്വാധീനിക്കുന്നതായിരിക്കേണ്ടതാണ്. അത് രാഷ്ട്രീയ കാര്യങ്ങളിലായാലും പ്രകൃതിയോടുള്ള ബന്ധത്തിലായാലും കൃഷി കാര്യത്തിലായാലും മതകാര്യങ്ങളിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും എല്ലാം ആവശ്യമായ ഒരു നിലപാടാണ് അവിടെ നിലനിൽക്കുന്നത്. പരസ്പര സഹകരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആദരവിൻ്റെയും ഒരു ശൈലിയാണ് നിർദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഭൂമിക്ക് വിശ്രമം ആവശ്യമുണ്ട്. ഭൂമിയിൽ നിന്ന് മറ്റുള്ള മൃഗജാലങ്ങൾക്ക്, മറ്റുള്ള ഏവർക്കും ഭക്ഷിക്കാനും ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആ വർഷം വരുമ്പോൾ തീർച്ചയായിട്ടും പുനഃസ്ഥാപിക്കപ്പെടണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്
ഈ ജൂബിലി വർഷം യഹോവ നിർദ്ദേശിക്കുന്നത്. ഇത് ഇസ്രായേലിലെ ജനത്തിന് മാത്രമുള്ളതായിട്ടാണ് നൽകുന്നത് എങ്കിലും അതിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ ഇസ്രായേലിന് മാത്രമല്ല, ഇതൊരു അഖില ലോക സാർവലൗകിക നിർദ്ദേശമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്കും അത് ബാധകമായി തീരുന്നത്. വാസ്തവത്തിൽ അബ്രാഹാമിനെ കുറിച്ച് ദൈവം ലക്ഷ്യമിടുന്ന ആ താല്പര്യത്തിൻ്റെ ഒരു പ്രകടഭാവവും കൂടെയാണിത്. അബ്രാഹാമിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ പ്രത്യേകിച്ച് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു വലിയ ജാതിയാക്കും, അതോടൊപ്പം അനുഗ്രഹീതനാകും, പക്ഷെ അത് കൂടാതെ നീ എല്ലാവർക്കും അനുഗ്രഹീതനായി തീരും എന്നുള്ളത്. ആ അനുഗ്രഹീതാവസ്ഥയുടെ സാർവലൗകികത്വത്തിൻ്റെ മറ്റൊരു ഭാവമായിട്ട് ഈ ജൂബിലി വർഷത്തെയും അതിൽ നൽകപ്പെടുന്ന നിർദ്ദേശത്തെയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വർഗത്തിനോ വർണ്ണത്തിനോ അല്ലെങ്കിൽ മതത്തിനോ ജാതിക്കോ മാത്രം ബാധകമായ ഒരു വിഷയമായിട്ടല്ല ഇതിനെ നമുക്ക് കാണേണ്ടി വരുന്നത്. ഇത് നമുക്കറിയാവുന്നതുപോലെ 50-ാമത്തെ വർഷം പാശ്ചാത്യ സമൂഹം ഇതിനെ ഒരു ആഘോഷ സന്ദർഭമാക്കി തീർക്കുകയും അതിനെ വിഭജിച്ച് സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി എന്നൊക്കെ ആക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ജൂബിലി എന്ന് പറയുന്നത് 50-ാം വർഷമാണ്. ആ ഒരു സന്ദർഭത്തിലേക്കാണ് സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ മരുഭൂമിയിലെ നീരുറവ പ്രവേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു സന്ദർഭമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം, ആ അനുഗ്രഹാവസ്ഥയിൽ തുടരാൻ തക്കവണ്ണം ഉള്ള നിർദ്ദേശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമൂഹത്തിലെ ഏത് തലത്തിലുള്ള മേഖലയിലും, അത് കുടുംബമാകട്ടെ, അത് ആരാധക സമൂഹമാകട്ടെ, അത് രാഷ്ട്രീയമാകട്ടെ, ഏത് സമൂഹത്തിലും അർത്ഥപൂർണമായി തീരേണ്ട, പ്രായോഗികമായി തീരേണ്ട ഒരു വിഷയമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇസ്രായേലി ജനം കനാനിൽ കുടിയേറുമ്പോൾ അവർക്കുണ്ടായിരിക്കേണ്ട എല്ലാ തലങ്ങളിലെയും നിർദ്ദേശം, അത് കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ നമുക്കും പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അബ്രാഹാമിനെ വിളിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് സമൂഹത്തിൻ്റെയും ഏറ്റവും ചെറിയ ഘടകം കുടുംബമാണ്. പാശ്ചാത്യ സമൂഹം വ്യക്തിയാണ് എന്ന് പറയുമ്പോഴും വ്യക്തിയെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം തീർച്ചയായിട്ടും നാം അതിൽ കണക്കാക്കേണ്ടതാണ്. അബ്രാഹാം തൻ്റെ ബന്ധുമിത്രാദികളോട് ഒക്കെ യാത്ര ചോദിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, മറിച്ച് തൻ്റെ സഹോദരനുണ്ട് തുടക്കത്തിൽ, പിന്നീട് സഹോദരപുത്രനായി ലോത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, വേലക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സമൂഹമാണ്. അക്കാലത്തെ ഈ ആട്ടിടയ സമൂഹത്തിൻ്റെ സ്വഭാവം ശ്രദ്ധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. ഒരു ക്ലാനാണ്, ഒരു സമൂഹമാണ്. ആ സമൂഹത്തെ വിളിക്കുമ്പോൾ ഒരു കുടുംബമായിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് അവർ ഭക്ഷണത്തിനൊക്കെ ഇരിക്കുന്നത്. ഒരു തളികയിൽ നിന്നാണ് എല്ലാവരും ഭക്ഷിക്കുന്നത്. ഒരു കുടുംബമായിട്ട് ഒന്നിച്ചു നിൽക്കുകയും പരസ്പരം കരുതുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട്. ആ ഒരു ഘടന നമ്മുടെ പശ്ചാത്തലത്തിലേക്ക് തർജ്ജമ ചെയ്താൽ വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ ജൂബിലിയുടെ അനുഭവം ആരംഭിക്കേണ്ടത്. ഇക്കാലത്ത് കേരളത്തിലെ പ്രത്യേകിച്ചും കുടുംബങ്ങൾ ചെറുതാവുകയും അതേസമയം തന്നെ എല്ലാവരും തിരക്കേറിയതാവുകയും ചെയ്യുമ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത്തരം ഒരു ചോദ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ യുവാക്കൾ കൂടുതൽ മയക്കുമരുന്നിന് അടിമയായി തീരുകയോ അല്ലെങ്കിൽ കർക്കശമായ ചില നിലപാടുകൾക്ക്, ചില പ്രവൃത്തികൾക്ക് ഒക്കെ വിധേയമാവുകയോ ഒക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു കുടുംബ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ട ആ ജൂബിലി അനുഭവത്തിൻ്റെ
ശൈലിയിലല്ല എന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ ജൂബിലി വർഷം ഈ സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷനിൽ ഉൾപ്പെട്ട ഓരോ കുടുംബവും അവനവൻ്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കേണ്ടതാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇസ്രായേൽ ജനം പണ്ട് ചെയ്തതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുകയും ഒന്നിച്ചിരുന്ന് ജീവിതത്തെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ പഠനത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന പൊതുവായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്ന ആ തീരുമാനങ്ങൾ എപ്പോഴും നീതിയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തീരുമാനങ്ങളായിത്തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. അതേസമയം തന്നെ തിരുത്തലുകൾക്കൊരു നിർദ്ദേശം ഈ ജൂബിലി വർഷത്തിൽ ദൈവം ഇസ്രായേലിന് നൽകുന്നുണ്ട്. ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം. അതുപോലെ ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകളോ അതിക്രമങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം. ഇങ്ങനെയുള്ള കുറേ അധികം നിർദ്ദേശങ്ങൾ, സമത്വഭാവനയുടെ നിർദ്ദേശങ്ങൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഇത് കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. കുഞ്ഞുങ്ങൾ എന്നുള്ളത് വരും തലമുറയുടെ ഭാവിയുടെ പ്രതീക്ഷകളാണ്. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കുടുംബങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനൊക്കില്ല. അവരെയും കൂടെ ഉൾപ്പെടുത്തി അവരെ കൂടെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ രാഷ്ട്രീയ തലങ്ങളിലും അതുപോലെയുള്ള സമൂഹങ്ങളിലുമൊക്കെ നടക്കേണ്ടത്. അതുതന്നെയാണ് നമ്മുടെ സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ്റെ പൊതുവായ പ്രവർത്തനത്തിലും ഉണ്ടാകേണ്ടത്. നാം പരിമിതമായ ധാരണകളും ചിന്തകളും ഉള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ദൈവാഷ്ടപ്രകാരവും ദൈവിക താല്പര്യം അനുസരിച്ചും ഒക്കെയാണ് തീരുമാനിക്കപ്പെടുന്നതും നടപ്പാക്കപ്പെടുന്നതും എന്ന് പറയാൻ സാധിക്കില്ല. അത് കുടുംബങ്ങളിലായാലും മറ്റ് പ്രവർത്തന മേഖലകളിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വീണ്ടുവിചാരത്തിൻ്റെ പുനർവിശകലനത്തിൻ്റെ ഒരു ശൈലി ഉണ്ടാകേണ്ടതാണ്. കോൺഗ്രിഗേഷൻ കമ്മിറ്റിയും മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ ഒത്തുനിന്നിരുന്ന് എന്താണ് തങ്ങളുടെ ഭാവി, ആ ഭാവിയിലേക്കുള്ള യാത്ര എത്രത്തോളം സുഗമമായിരിക്കും, ഇതുവരെയുള്ള യാത്രയിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ, ഇനി ആ പോരായ്മകൾ ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. പാശ്ചാത്യ സമൂഹത്തിൽ ഇതൊരു ഉത്സവമായും ആഘോഷമായും ഒക്കെ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരി ഈ ജൂബിലി വർഷത്തിൻ്റെ അന്തസത്ത അനുസരിച്ച് ജീവിതത്തെ, പ്രവൃത്തിയെ, കാഴ്ചപ്പാടിനെ, സമീപനങ്ങളെ ഒക്കെ ക്രമീകരിക്കാനുള്ള ബാധ്യത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ 50-ാം വർഷം അങ്ങനെ അനുഗ്രഹീതമായ ഒരു വർഷമായി തീരട്ടെ. ഭാവിയിലേക്കുള്ള പ്രവർത്തനത്തിൻ്റെ ഈ ജൂബിലിയുടെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭാവിയുടെ രൂപരേഖ തയ്യാറാക്കി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഓജസ്സുറ്റ ഒരു സമീപനം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. ദൈവ താല്പര്യം നടപ്പാകുന്ന, അതിനനുസരിച്ച് തങ്ങളെ തന്നെ ഒരുക്കുന്ന ഒരു സന്ദർഭമായി തീരട്ടെ ഈ ജൂബിലിയുടെ സന്ദർഭം എന്നാണ് എൻ്റെ ആശംസ. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജൂബിലി വർഷം ദൈവസന്നിധിയിലെ നന്ദി കരയേറ്റുന്നതിനുള്ള ഒരു സന്ദർഭമാണ്. ഇത്രയും കാലം അത്ര അനുകൂലമല്ലാത്ത രാഷ്ട്രീയ, സാമൂഹിക, മത പശ്ചാത്തലത്തിലും ഈ കൂട്ടായ്മയെ നിലനിർത്തുകയും അനുക്രമമായി പുതിയ തലങ്ങളിലേക്ക് അതിനെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ അളവറ്റ കരുണ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവത്തോട് നന്ദിയോടുകൂടെ പ്രതികരിക്കാനുള്ള ബാധ്യതയും അതുപോലെ തന്നെ തുടർന്നും ആ ദൈവീക നടത്തിപ്പ് അനവരതം മുടക്കം കൂടാതെ ഉണ്ടാകുന്നതിനുള്ള ദൈവസന്നിധിയിലെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കേണ്ടതാണ്. സെൻറ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷനാണിത്. പരിശുദ്ധ തോമാസ് ശ്ലീഹ തൻ്റെ യേശുതമ്പുരാൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായി
തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു പരിശുദ്ധ പിതാവാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ മലങ്കരയോളം വന്ന് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഇവിടെ നിന്ന് വിവിധ തലങ്ങളിൽ പോകുന്ന ആളുകളെ ഒക്കെ കണ്ടുകൊണ്ട് ക്രൈസ്തവ സന്ദേശം നൽകിയത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയെ, ഉത്തരവാദിത്വ നിർവഹണത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ ഉത്തരവാദിത്വ നിർവഹണം നാം എവിടെയായിരുന്നാലും നമ്മിൽ നിന്നും നമ്മുടെ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് മേഖലയിലായിരുന്നാലും ആ സാക്ഷ്യത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. തോമാസ് ലീഹ സാക്ഷീകരിച്ച ദൈവസ്നേഹത്തിൻ്റെ ക്രൂശിങ്കലോളം ഖബറുകളിനോളം സഹിച്ച ആ സ്നേഹത്തിൻ്റെ പ്രതികരണം നമ്മിലൂടെ ഈ കാലത്ത് ഉണ്ടായിരിക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അനേകം ആളുകൾക്ക് ഈ കോൺഗ്രിഗേഷൻ്റെ തണൽ ലഭിച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ നീരുറവ എന്നാണ്. അതിൽ നിന്ന് പാനീയം ചെയ്ത അനേകം ആളുകൾ തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. തുടർന്നും അതിനാവശ്യമായ വിഭവശേഖരണം നിർവഹിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നു വന്ന എല്ലാ നല്ല പദ്ധതികൾക്കും ദൈവാനുഗ്രഹം തുടർന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിലെ ബഹുമാനപ്പെട്ട വൈദികൻ, വൈസ് പ്രസിഡൻറ്റ്, ഹെൽത്ത് സെക്രട്ടറീസ്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചുമതലക്കാർ, പ്രാർത്ഥനയുടെ, സൺഡേ സ്കൂളിൻ്റെ, മർത്തമറി സമാജത്തിൻ്റെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ, ചാരിറ്റിയുടെ എല്ലാത്തിൻ്റെയും ചുമതലക്കാരെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സർവോപരി കടന്നു വരുന്ന ആരാധനയ്ക്കായി എത്തിച്ചേരുന്ന ഓരോ ഓർത്തഡോക്സ് സഭാ വിശ്വാസിയെയും ദൈവസന്നിധിയിൽ ഈ സന്ദർഭത്തിൽ സമർപ്പിക്കുകയും നിങ്ങൾക്കേവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹം തുടർന്നും ലഭ്യമാകട്ടെ, ജൂബിലിയുടെ എല്ലാ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളേവരെയും ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയായി ഉണ്ടായിരിക്കും.